രാഷ്ട്രീയ കാര്യത്തിൽ സമസ്ത ഇടപെടാറില്ല. സമസ്തയുടെ നയം തന്നെ അതിലെ പ്രവർത്തകർക്ക് ഏത് രാഷ്ട്രീയ പാർട്ടിയിലും അംഗമാകാമെന്നുള്ള. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായ ഇത്തരം കാര്യങ്ങൾ സമസ്ത നേരിട്ട് ഇടപെടുന്ന സാഹചര്യമല്ല. അതേ സമയത്ത് ജമാഅത്തെ ഇസ്ലാമിയെ മുസ്ലിം സമുദായത്തിൻ്റെ പ്ലാറ്റ്ഫോമിൽ നിന്നിട്ട് ഇക്കാലം അത്രയും അകറ്റി നിർത്തിയ ഒരു പ്രസ്ഥാനമാണ്. അതിന് രണ്ട് അടിസ്ഥാനപരമായ കാരണങ്ങളുണ്ട്. സമസ്ത ആ കാര്യത്തിൽ കർശനമായ നിലപാടുള്ള പ്രസ്ഥാനമാണ്. ജമാഅത്തെ ഇസ്ലാമി, മുജാഹിദ് പോലെയുള്ള വഹാബി പ്രസ്ഥാനങ്ങൾക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചവരാണ് സമസ്തയിലെ ജമിയത്തുൽ ഉലമ. അതുകൊണ്ട് തന്നെ ജമാഅത്തെ ഇസ്ലാമിയെ സമുദായത്തിൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് കാര്യമായ വിധത്തിൽ കടന്നു വരാൻ സാധിക്കാത്ത വിധത്തിൽ പ്രതിരോധം തീർത്ത് സമസ്തയുടെ ഇടപെടലാണ്. അതിന് രണ്ട് കാരണങ്ങളാണുള്ളത്. ജമാഅത്തെ ഇസ്ലാമി എതിർക്കാനുള്ള രണ്ട് കാരണങ്ങൾ. ഒന്ന്, വിശ്വാസപരമായി സമസ്തയുടെ ആ വിശ്വാസധാര അല്ല, അതിൽ നിന്ന് വ്യതിചലിച്ചവരാണ് ഈ പറഞ്ഞ ജമാഅത്തെ ഇസ്ലാമിയും വഹാബി പ്രസ്ഥാനവും. അതുകൊണ്ട് തന്നെ അവരുടെ വിശ്വാസവും ആചാരവും അനുഷ്ഠാനങ്ങളും വലിയ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ സമസ്ത ഇത് സ്ഥാപിതമായ കാലം മുതൽ, ജമാഅത്തെ ഇസ്ലാമി സ്ഥാപിതമായ കാലം മുതൽ തന്നെ അതിനെ ശക്തമായി പ്രതിരോധിച്ചിട്ടുണ്ട്, എതിർത്തിട്ടുണ്ട്. സമസ്തയുടെ പ്രഖ്യാപിതമായ നിലപാടാണ്. ബിദ്അത്തിന്റെ കക്ഷികളെന്നാണ് സമസ്തയെക്കുറിച്ചുകൊണ്ട്, ഈ ജമാഅത്തെ ഇസ്ലാമിയെയും മുജാഹിദിനെ കുറിച്ചുകൊണ്ട് സമസ്ത പ്രയോഗിക്കുന്ന പദം എന്ന് പറഞ്ഞാൽ പിഴച്ച പ്രസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ അവരുമായി യാതൊരു സന്ധി ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെയാണ് സമസ്ത ഒന്നാമതായി ജമാഅത്തെ ഇസ്ലാമി എതിർക്കാൻ കാരണം.